ഒന്നുകൂടി പറഞ്ഞാണ് ഈ ചോദ്യം. എവിടെ പോയാലും ആൾക്കാർക്ക് ഓവർ ഇതാവും. നല്ലോണം ഫുഡ് വെച്ച് കൊടുക്കി. ചിറപ്പുഞ്ചി മഴയത്ത് നിലവഞ്ചി തുഴഞ്ഞിട്ട് പാടി വെക്കാം. സോ ഞാൻ മ്യൂസിക് വെച്ചിട്ട് പാടണോ അല്ലാണ്ട് പാടണോ? ഓക്കെ. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം എല്ലാവർക്കും എന്തെങ്കിലും പഠിച്ച് ഒരുപാട് ചില വീട്ടമ്മമാര് ചില വീട്ടിലെ ആൾക്കാർക്ക് എന്താ ഒരുപാട് പഠിച്ച് ഏതെങ്കിലും ഒരാൾ അണ്ടറിൽ 9 മുതൽ 5 മണി വരെ പണിയെടുക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവുള്ളൂ. ആ ജോലി കിട്ടി പുറത്താണല്ലോ. പക്ഷെ അതിന്റെ ബാക്കിലുള്ള കഷ്ടപ്പാട് ഒരിക്കലും ഈ ഫാമിലീസ് കാണുന്നില്ല. സോ ഞാൻ ഒരു കാര്യത്താൽ ബ്ലെസ്ഡ് ആണ്. കാരണം ഞാൻ 18-ാം വയസ്സിൽ ഗവൺമെന്റ് ജോബ് ഉണ്ടായിരുന്ന മനുഷ്യനാണ്. ഞാൻ 17 കഴിഞ്ഞ് 18 ടീച്ചറായിട്ട് വർക്ക് ചെയ്ത് സ്കൂളിൽ കയറി 6 മന്ത്സോളം സ്കൂളിൽ വർക്ക് ചെയ്ത് നിൽക്കണം. അതായത് എൻ്റെ സേഫസ്റ്റ് ഗെയിമാണ്. കാരണം എൻ്റെ ഉപ്പാനും മോനും വെച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ രണ്ടാളും ടീച്ചേഴ്സാണ്. ഓല അതേ കരിയർക്ക് ഞാൻ കാലെടുത്ത് വെക്കുന്നു. 56 വയസ്സ് വരെ എന്നെ പണിയുന്ന ആർക്കും പറഞ്ഞു വിടാൻ പറ്റില്ല. ഗവൺമെന്റ് ജോബാണ്. സോ എനിക്കൊരു ഫിക്സഡ് സാലറി കിട്ടിക്കൊണ്ടിരിക്കും. എനിക്ക് 2 മാസം സ്കൂൾ പൂട്ടിന് ലീവ് ഉണ്ടാവും. ഓണത്തിന് 10 ദിവസം ലീവ് ഉണ്ടാവും. സോ ഉപ്പാന്റെ കൺസെപ്റ്റിൽ ഞാൻ സേഫായി. ഒരു മകൻ സേഫായി, അടുത്താളെ നോക്കിയാൽ മതി. സോ അങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് ഞാൻ ഇപ്പച്ചിനോട് പോയിട്ട് അങ്ങോട്ട് പറയുന്നത് ഞാൻ ഈ ജോബിൽ നിന്ന് ഇറങ്ങുകയാണ്. സോ അത് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. കാരണം ഞാൻ ആ വീട്ടിലത്തെ മൂത്ത മകനാണ്. ഇന്റെ കാൽക്കുലേഷൻസ് പാളിയാൽ ഇന്റെ അടി കൂടെ വരുന്നതൊക്കെ പാളുന്നുള്ള ഉപ്പച്ചിക്ക് 100 ആണ്. സോ ഞാൻ അന്ന് ഉപ്പച്ചിക്ക് കൊടുത്ത വാക്ക് എനിക്കൊരു 3 ഇയേഴ്സ് ടൈം, വെറും ഒരു 3 കൊല്ലം എനിക്ക് സമയം തരണം. എന്തെങ്കിലും ആവാൻ കഴിയുമോ ഞാൻ നോക്കട്ടെ, ഞാൻ പാടി നോക്കട്ടെ. സോ അങ്ങനെ എനിക്ക് മൂവീസിൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. അല്ലാണ്ട് എൻ്റെ സെൽഫായിട്ട് കുറേ വർക്ക്സ് കിട്ടി. കുറേ പാട്ടുകൾ പാടാൻ പറ്റി. ഇപ്പോൾ കസവിനാലായാലും ഇൻസാനിലെ ഒക്കെ 1 crore ഹിറ്റ് ലിസ്റ്റിലുള്ള സോങ്സ് ആണ്. അങ്ങനെ ഇപ്പം എന്തിനും നമ്മൾ ഇറങ്ങും. എന്തും പുതിയത് തേടി ഒരു ചെറുതിൽ നിന്ന് വലുത് നമുക്ക് നേടണം എന്നുണ്ടെങ്കിൽ ചിലതൊക്കെ നമ്മൾ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്ത് വരും. ചെറിയ സാധനങ്ങൾ സാക്രിഫൈസ് ചെയ്ത് വരും. സോ ഞാൻ സാക്രിഫൈസ് ചെയ്തത് എൻ്റെ ജോബായിരുന്നു. അതിനെ 100% എൻ്റെ വീട്ടുകാർ സപ്പോർട്ട് ഉണ്ടായിരുന്നു. മെയിനായിട്ട് എനിക്ക് എടുത്ത് പറഞ്ഞാൽ എൻ്റെ വെല്ലിപ്പയാണ്. കാരണം ഇപ്പം ഡൗട്ടിൽ തന്നെയായിരുന്നു. ഇപ്പം ഇങ്ങനെ ഇറക്കണം ജോലിയിൽ നിന്ന്. പിന്നെ ഗതിയിടുമോ ചങ്ങായി പിന്നെ ഇറങ്ങിയിട്ട്. വലിയ പറഞ്ഞാൽ എനിക്ക് എന്താ ഇഷ്ടം പാടാനാണ്. നോ പാടിക്കോട്ടെ, അവൻ പാടി എന്തെങ്കിലും ആവണം ആയിക്കോട്ടെ, അവൻ്റെ പിന്നാലെ ആരും പോകണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് എൻ്റെ ഇപ്പം ഓക്കെ പറയണേ. സോ നമ്മൾ സ്കില്ല് വർക്ക് ചെയ്യുക. ഇപ്പം അന്ന് ഞാൻ അങ്ങനെ എൻ്റെ ചെങ്ങലകൾ പൊട്ടിച്ചിറങ്ങുമ്പോൾ ശരിക്കും അവിടെ ഫ്രീഡം കൂടുതൽ കിട്ടിയത് എൻ്റെ അനിയന്മാർക്ക് കൂടിയാണ്. ഇപ്പം എൻ്റെ അനിയന് ഇതേപോലെ അവന് ഫിസിയോതെറാപ്പി പഠിക്കണം പറഞ്ഞു. ഇപ്പോൾ ചെയ്തുകൊണ്ട് നടക്കണം. അവനൊരു ട്രാവൽ കമ്പനി കൊണ്ട് നടക്കുന്നുണ്ട്. അവൻ എൻ്റെ കൂടെ പരിപാടിക്ക് വരുന്നുണ്ട്. സോ ബേസിക്കലി 4 കൊല്ലം ഒരു ഫിസിയോതെറാപ്പിന്റെ കോഴ്സ് എടുത്ത് പഠിച്ച് ഒരു ഹോസ്പിറ്റലിന്റെ അണ്ടറിൽ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെ എന്താ പറയുക ഹൗസ് ഇല്ലാത്തത് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഏൺ ചെയ്യുന്ന ഒരു സാലറി അൽഹംദുലില്ലാ പിന്നെ അനിയന് 18-ാം വയസ്സിൽ അതിന്റെ എക്സ്ട്രാ ഉണ്ടാക്കുന്നുണ്ട്. സോ അവൻ ചിന്തിച്ച് നോക്കുമ്പോൾ അവൻ്റെ മനസ്സിലതാണ്. ഓക്കെ. സോ നമ്മള് റാദർ ദാൻ നമ്മളെ പാരൻസ് നമ്മളോട് ഇതാവണം അതാവണം എന്ന് പറഞ്ഞേക്കാട്ടിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ എന്തിന് കേപ്പബിൾ ആണ്, നമ്മൾ പോയാൽ എത്ര വരെ പോകുമ്പോൾ എപ്പോഴും എന്ത് കാണണം, ഒരു ബാക്ക് എൻഡിൽ ഒരു പ്ലാനും കൂടി കാണണം. കാരണം ഞാൻ ഈ സംഭവം വലിയ വായിൽ വർത്തമാനം പറയുകയാണെങ്കിലും ഞാൻ തിരിച്ചു വന്ന എനിക്ക് ആ ജോലി ഉണ്ടായിരുന്നു. എനിക്ക് തിരിച്ച് കയറാം അങ്ങനത്തെ ഒരു സേഫ് ജോബിൽ വെച്ചിട്ടാണ് ഞാൻ കളിച്ചത്. സോ അതന്നെ. അപ്പം പാരൻസ് ഒക്കെ സ്കില്ല് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ചിന്തിക്കും മെഡിസിൻ ആവും കൂടുതൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുക, കുറെ പൈസ ഉണ്ടാക്കാൻ പറ്റുക. ബട്ട് ബേസിക്കലി ഇപ്പം ഞാൻ ദുബായിലൊക്കെ കണ്ടുവരുന്ന ഒരു കൾച്ചർ എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു കമ്പനിയിൽ അവരുടെ മാർക്കറ്റിങ്ങിന് നിങ്ങൾക്ക് അവിടെ ചെന്ന് പറ്റി നിങ്ങൾക്ക് അവർക്കൊരു നല്ല സ്ക്രിപ്റ്റ് കൊടുത്ത് ഒരു നല്ല ക്യാമറക്കാരനെ വെച്ചിട്ട് അവർ പറയുന്ന ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഉണ്ടാക്കി വൃത്തിയായിട്ടൊരു റീല്, അതിന്റെ ലൈക്കോ കമന്റ്സ് ഒന്നും ആരും നോക്കൂല. ആ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് അവിടെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യുവർ ജോബ് ഇസ് ഡൺ. അത്രേ ഉള്ളൂ. സോ അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ബാക്കി മെഡിസിൻ ഫീൽഡിനെക്കാളുള്ള ആൾക്കാരെ പൈസ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഉപജീവന മാർഗം കൂടുതൽ കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മൾ അതിൽ ഗുഡ് ആയിട്ടാണെങ്കിൽ. സോ അതിന് സ്കില്ലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും നിർത്താതിരിക്കുക, പുതിയ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ യൂട്യൂബ് ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്യണ 19-ലാണ്. യൂട്യൂബ് ഞാൻ തുടങ്ങണ 3-3.5 കൊല്ലം കഴിഞ്ഞ് 22-ലാണ്. സോ ഞാൻ പുതിയ സ്കില്ല് വീണ്ടും പഠിച്ചു. വ്ളോഗിങ്ങിൻ്റെ ഒരു സ്കില്ല് പഠിച്ചു. വ്ളോഗിങ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മളിങ്ങനെ ഇന്ന അടുത്തെന്തെങ്കിലും പ്ലാറ്റ്ഫോം വന്നാൽ ഞാൻ അതിലും ഒന്ന് കൈയിട്ട് നോക്കും. അപ്പോൾ നമുക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അതിക്കൊക്കെ ഇറങ്ങി നോക്കാം. അപ്പം നമ്മൾ റീസെൻ്റ്ലി ഒരു ചായക്കടയിൽ പോകാനിടയുണ്ടായി. നമ്മുടെ നാട്ടിലൊരു ഷോപ്പ്, ഒരു സാധാരണക്കാരൻ നടത്തുന്ന ഒരു ഷോപ്പ്. നമ്മളൊരു 3-3.5 മണിക്ക് നമ്മൾ ഒന്നും
നമുക്ക് മൂപ്പരാരും അറിയില്ല. ഏറ്റവും ബിഗ്ഗസ്റ്റ് പോയിന്റ് മൂപ്പർക്ക് നമ്മളാരാന്ന് അറിയില്ല. സോ ഞങ്ങൾ കുറെ കാലമായിട്ട് കഷ്ടപ്പെടുന്നതാണ്. എവിടെ പോയാലും ആൾക്കാർക്ക് ഓവർ ഇതാവും, നല്ലോണം ഫുഡ് വെച്ച് കൊടുക്കി. അപ്പൊ അങ്ങനെ ആവാണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെ അറിയാത്ത ആൾക്കാർ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് സന്തോഷമാണ്. കാരണം നമുക്ക് റിയൽ ആയിട്ട് നിൽക്കാൻ പറ്റും, ഓൾക്കും നമ്മളോട് റിയൽ ആയിട്ട് നിൽക്കാൻ പറ്റും. സോ അങ്ങനത്തെ ഒരാളായിരുന്നു സലീംക്ക. പുള്ളി ഇതേപോലെ കുറച്ച് കച്ചവടം ഇതൊക്കെ സീനായിട്ടിരിക്കുന്ന ടൈമിലാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പൊ ബേസിക്കലി നമ്മൾ മുമ്പ് ആ ഷോപ്പിൽ പോകുമ്പോൾ ഉള്ള ആൾക്കാരല്ല, പുതിയ ആൾക്കാർ വന്നതാണ്. നമ്മളെപ്പോഴും പോണ ഷോപ്പാണ്, പക്ഷെ ആള് മാറിയതാണ് മൂപ്പര്. സോ എനിക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന എന്താ വെച്ചാല്, അവിടെ അയാൾ ഉണ്ടാക്കിയ ചായനെക്കാട്ടിലും അയാൾ ഉണ്ടാക്കിയ സ്നാക്സിനെക്കാട്ടിലും അവിടെ സെല്ലായി പോയത് അമ്മച്ചിന്റെ ക്യാരക്ടറാണ് അല്ലേ ബേസിക്കലി. സോ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് ഒരിക്കലും അവിടുത്തെ സമൂസ സൂപ്പറാണ് അല്ലെങ്കിൽ അവിടുത്തെ പഴംപൊരി അടിപൊളി നാളെ പോയി ചായക്ക് കൂട്ടണം എന്നല്ല. സോ ഹീസ് എ കൈൻഡ് ഗൈ. അപ്പം അത്രേ ഉള്ളൂ ലോകം. നമ്മൾ റിയൽ ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ ചിന്താഗതികൾക്ക് സത്യമുണ്ട് എന്നുണ്ടെങ്കിൽ ലോകം നമ്മളെ ഏറ്റെടുക്കും, സപ്പോർട്ട് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അന്നാ ചായക്കട കാലിയായത്. അത്രേ ഉള്ളൂ. സോ ബേസിക്കലി സീക്രറ്റ്സ് ഒന്നുമില്ല. ഇപ്പോൾ കാലത്തിനനുസരിച്ചാണ്. ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് വരെ, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത്. കുറച്ച് കാലം മുമ്പ് വരെ ഭയങ്കര ക്ലാരിറ്റി ഉള്ള കോണ്ടന്റ്സ് മാത്രമാണ് ഇൻസ്റ്റഗ്രാം സപ്പോർട്ട് ചെയ്തിരുന്നത്. ലൈക്ക് ക്യാമറയിൽ തന്നെ വരുന്ന ഷൂട്ട്സ്, ക്യാമറയിൽ ഈ അത്രയും ക്ലാരിറ്റിയോടെ വരുന്ന ഔട്ട്പുട്ട്സ് ആണ് ഇൻസ്റ്റഗ്രാം പ്രിഫർ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് എന്താ വെച്ചാൽ ഏറ്റവും ക്വിക്കസ്റ്റ് ആർക്ക് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും, അതിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റാദർ ദാൻ ഒരു വർക്കുമ്പോൾ നമ്മൾ ഒരുപാട് ടൈം, ഇപ്പം നമ്മളൊരു കണ്ടന്റ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് അതിനെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെട്ട് അത് 4K ദൃശ്യ മികവോടെ ആൾക്കാരിൽ ദിവസങ്ങളെടുത്ത് എത്തിക്കണതിനെക്കാട്ടിലും, അതിപ്പോൾ ഇനി ചെറിയൊരു 180p പിക്സലിൽ വരുന്ന ഒരു ഇതാണെന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് ആൾക്കാരിലേക്ക് കോണ്ടന്റ് എത്തിക്കുക. അപ്പോൾ ഒരു വർക്ക് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തിക്കുക, ഏറ്റവും സിമ്പിളായിട്ടുള്ള വേല ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുക, ഏറ്റവും കുറഞ്ഞ ഡ്യൂറേഷനിൽ ആൾക്കാർക്ക് പ്രസന്റ് ചെയ്യുക എന്നുള്ളതിലാണ് കാര്യം എന്നാണ്. റാദർ ദാൻ ഞാൻ പറഞ്ഞേ, കുറേ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ചെറിയ ഡ്യൂറേഷനിൽ ആൾക്കാർക്ക് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് നല്ലത്. ഞാൻ എപ്പോഴും പറയാന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉള്ള കാലമാണ്. ഒരുപാട് ഐഡിയാസ് ഉണ്ടെങ്കിലും സ്റ്റിൽ ഞാൻ പുതുതായി കയറി വരുന്നവരെല്ലാവരും ഇങ്ങനെ ഒരാളെ കണ്ടന്റ് തന്നെ കോപ്പി ചെയ്ത് ഇങ്ങനെ പോണത് ഞാൻ കാണലുണ്ട്. അതായത് ഒരാൾ ഇപ്പം നമ്മൾ ചിന്തിക്കും, ഒരാൾ ചെയ്ത് തന്നെയാണല്ലോ മറ്റാൾ ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്യാണ്ട് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നതാണ്, ബി റിയൽ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും പറയലാണ്, നമ്മൾ എങ്ങനെയാണോ ഓഫ് സ്ക്രീൻ അതുപോലെ തന്നെ ആവണം അല്ലാത്ത ടൈമിലും. അപ്പം നമ്മൾ പുറത്തു വരെ പോലെ നമ്മളൊരു ക്യാമറ വെച്ചാലും, ഇപ്പൊ ഞാൻ ബേസിക്കലി എന്നോട് എല്ലാവരും പറഞ്ഞ കാര്യം, ഞാനൊരു ക്യാമറയുടെ മുന്നിലാണെങ്കിലും ഞാൻ ഒരേപോലെയാണ്. ഞാനിപ്പോൾ നിങ്ങളോടൊക്കെ മാറി നടന്ന് ചോറുന്നാണെങ്കിലും ഞാൻ ഇതേപോലെ തന്നെ കയറും. സോ നമ്മൾ റിയൽ ആയിട്ടിരിക്കുക, നമ്മളെ റിയൽ കോണ്ടന്റ് ആൾക്കാർക്ക് ഇപ്പോഴത്തെ കാലത്ത് സത്യം പറഞ്ഞാൽ ആൾക്കാർക്ക് ആർക്കും പോകും, ഞാനൊരു സംഭവമാണ് ഒരു സംഭവമാണോ അത് കാണേണ്ട ആവശ്യമില്ല. ആൾക്കാരും അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. സോ ഇഫ് നമുക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തോ ആണ് എന്നുള്ള ചിന്തയൊന്നും ഇല്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് കുറച്ച് ആൾക്കാർ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് റിയൽ ഗെയിം എന്നാണ് ഞാൻ പറയാം. സെൽഫ് ബ്രാൻഡിങ്ങിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. ഇപ്പൊ ഞാൻ 2-3 കേസസ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പാർട്ട്നേഴ്സ് ഉള്ള ഒരു ഫേം, അതിലൊരാൾ മാത്രം ആ ബ്രാൻഡിന്റെ ഐക്കണായി നിൽക്കണോ, അങ്ങനെ ഒരു 3-4 കൊല്ലം കഴിഞ്ഞ് അത് വെൽ സെറ്റിൽഡ് ആവുമ്പോൾ ആ ബ്രാൻഡ് ചെയ്ത ആൾ ഇറങ്ങാണ്. അപ്പോൾ ബേസിക്കലി ബാക്കിയുള്ള പാർട്ട്നേഴ്സ് എന്ത് ചെയ്യും, ഓലിട്ട അങ്ങനെ ചെയ്തിട്ടും ഉണ്ടാവില്ല, ഓനെയും ഐക്കണായി വെച്ചും ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ ഇപ്പൊ നമ്മള് മ്യൂസിക്കിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഫീൽഡ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കമ്പനീസ് അല്ലാണ്ട് ബിസിനസ് കമ്പനീസ് അല്ലാണ്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ ബേസിക്കലി ചെയ്യൽ എന്താ വെച്ചാൽ, ഇപ്പൊ ഞങ്ങൾക്കൊരു ടീഷർട്ട് ബ്രാൻഡ് ഉണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കുന്ന മെസ്സേജ് എന്താ വെച്ചാൽ, ഒരിക്കലും എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത്. കാരണം എനിക്കൊരു കുഞ്ഞു ബുട്ടീക്ക് ഉണ്ട്, ലേഡീസിന്റെ ഡ്രസ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള, വെഡിങ് ഡ്രസ്സൊക്കെ ഉള്ള. അപ്പം ഞാൻ പറയും, എന്നെ മാത്രം യൂസ് ചെയ്തിട്ട് എന്നെ മാത്രം കാണരുത്. കാരണം നാളെ ഞാൻ വർക്കിൽ ബിസി ആയി പോയാൽ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ബ്രാൻഡിങ് ഇങ്ങനെ ആവരുത്, ഗ്രാഫ് താഴേക്ക് ആവരുത്, അത് മേലേക്ക് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ ഇല്ലാത്ത ടൈമിലും ആ കമ്പനീന്റെ സാധനങ്ങൾ അവിടെ സ്റ്റേബിൾ ആയി പോയിക്കൊണ്ടിരിക്കണം. ഇപ്പൊ നമുക്കൊരു കുഞ്ഞു ടീഷർട്ട് ബ്രാൻഡ് ഉണ്ട്, ഹില്ലസ് എന്ന് പറഞ്ഞിട്ട്. ഞാനും ഷാനും കൂടിയാണ് അത് റൺ ചെയ്യണത്. അപ്പൊ ഇതുവരെ സത്യം പറഞ്ഞാൽ തുടങ്ങിയിട്ട് 2 കൊല്ലമായിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഷാനുവിന് ഇന്റെ ഡേറ്റ് കിട്ടിയിട്ടില്ല. വേറെ എല്ലാവർക്കൊക്കെ ഇന്റെ ഡേറ്റ് പിടിച്ചു കൊടുക്കണവനാണെങ്കിലും അതിന്റെ 2 ടീഷർട്ട് ഇട്ടിട്ട് ഒരു ഫോട്ടോഷൂട്ടിന് പോലും ഞങ്ങൾ ഇതുവരെ നിന്നിട്ടില്ല. സോ നമ്മളെ ഇഷ്ടമാണ്. ഇപ്പൊ നമ്മൾക്ക് അങ്ങനെ ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സെൽഫ് ബ്രാൻഡ് ആയിട്ട് നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. ബട്ട് സ്റ്റിൽ ഐ പ്രിഫർ ഒരു കമ്പനി ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്പനിനെ തന്നെ
പുഷ് ചെയ്ത് കൊണ്ടുവരിക. അതിന്റെ കൂടെ ജസ്റ്റ് സെൽഫ് ബ്രാൻഡിങ് ചെയ്ത് കൊടുക്കുന്നതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പോകേണ്ടൊരാളും കൂട്ടിനില്ലാതെ കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ നിലവഞ്ചി തുഴഞ്ഞെത്ത് ചിറപ്പുഞ്ചി മഴയത്ത് നിലവഞ്ചി തുഴഞ്ഞെത്ത് ചിറപ്പുഞ്ചി മഴയത്ത് പാടിയൊക്കാം. സോ ഞാൻ മ്യൂസിക് വെച്ചിട്ട് പാടണോ അല്ലാണ്ട് പാടണോ? ഓക്കെ. ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴയത്ത് ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴയത്ത് ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴയത്ത് ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴയത്ത് കാറ്റുപോലെന്നെ മൂടണ് വലിയോല നേരങ്ങളേറണ് ദൂരങ്ങൾ നിന്നേ ഓരോരാളും കാത്തു നിൽക്കാതെ കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴയത്ത് ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴയത്ത് ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴയത്ത് ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴയത്ത് ിന്റെ മാനത്തെ വൈരക്കല്ല് മുത്താലന്റെ കിനാവ് കിഴാലേ കനിയെ മുല്ലപ്പൂവിൻ ചിരിയെല്ലാലും പതിയെ ഒന്നു പോകും പോലല്ലേ മനവേളയിൽ നാടും പോലാ നാടക്കുതിയ കണ്ടേ അരപനമുത്തായേ സായിലെ രാമഞ്ഞ കൊട്ടാരത്തിൽ കല്ലാതെ നിശാവിലെ മുന്നിയതാഴേ ിന്റെ മാനത്തെ വൈരക്കല്ല് മുത്താലന്റെ കിനാവ് കിലോക്കിയാരേ പോലെ ചെന്നാറ്റിൻ പടികളാവേ അതിവാനൊരു വാക്ക് പറഞ്ഞ് എരിവെള്ളൊറ്റമിഴിഞ്ഞ് അനുരാഗത്തിൽ മലയാളേ കനിയ പൂവിൻ ചിരിയെല്ലാലും കണ്ട് പതിയെ പോകും
നടക്കുന്നു കണ്ടേ കണ്ടേ കണ്ട് അവന് മുത്താരേ സാരിയെ നാവഞ്ഞ കൊട്ടാരത്തിൽ കണ്ടാൽ നദിച്ചാവിലെ കുഞ്ഞിയതാരേ കിനാവിന്റെ മാനത്തെ വൈരക്കണ്ട് മുത്താരന്റെ കിനാവ് കിലൂക്കിയ ഹാരേ